ഒട്ടും പറ്റൂല പൊന്നെ എന്റെ ചക്കര സത്യം. ഹായ് ഗൈസ്, നമ്മളിപ്പം മിഥുന്റെ അടുത്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം മിഥുന്റെ കാര്യം അറിയാലോ. ഇപ്പം മിഥുന്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവനും ആ കുട്ടിയായിട്ട് സംസാരിക്കുന്ന കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് എങ്ങനെയൊക്കെയാണെന്ന് അതിന്റെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ കൂടെ ചെയ്യാം. ഒന്ന് കണ്ടു നോക്കാം. ശരിയടേ മക്കളെ, കാതു ചേട്ടന് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഒട്ടും പറഞ്ഞ 1% പോലും പറ്റണില്ല. ഒത്തും മനസ്സിലാക്കണേ. ഈ ഒരു അവസരത്തിൽ തറയോടെ ഒന്ന് സംസാരിക്കണേ. പഴയ ഒരാവിടെ എൻ്റെ അടുത്ത് ഒന്നും അവിടെ എനിക്ക് പറ്റണില്ലടി. ഒട്ടും പറ്റാത്ത അവസ്ഥയായിട്ടാണ്ട് ചാവൂന്നല്ലെങ്കിലൊക്കെ പറയണത് നീ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ടാണ്ട്. അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നും അല്ലടേ. ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിനക്ക് ഫീൽ ആവണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടേ. എനിക്ക് നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ടം ലോകത്തിൽ. വേറെ ആരുടെ എനിക്കൊന്നും ഇല്ലടാ. എടാ ഇത്രയും കെഞ്ചിക്കടാ, ഒന്നും ഇട്ടടാ. ഇത്രയും വിളിച്ചിട്ട് എടുത്തില്ലടാ. എനിക്ക് നിന്നെ കാണണമെന്ന് മാത്രമേ ഉള്ളേ. എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല. എനിക്ക് ആരെ വിളിക്കണ നിന്നെ ശല്യപ്പെടുത്താനൊന്നും. ഈ വോയിസ് കേട്ടിട്ട് എന്താ പറയാനാ, എനിക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനിലായി ഇത് കേട്ടപ്പോ തന്നെ. കാരണം അവനൊരു അവസരം കൂടെ കൊടുക്കുന്ന അവളോട് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് പോലും വാക്കുകൾ കിട്ടുന്നില്ല. അതിന് എന്ത് പറയണം ഒരു പിടുത്തം കിട്ടാത്തൊരു സിറ്റുവേഷൻ. നമുക്കെന്നാ അടുത്ത ക്ലിപ്പിലോട്ട് പോവാം. എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടോടെ അത്ര എന്തിനു വേണോ ചെയ്യാതെ നിനക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലടാ നിനക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ്. നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് വരെ ഞാൻ വിചാരിച്ചില്ല. മിണ്ടും എന്നായിരുന്നു. ഇതെന്തോന്ന് കാതും ഇങ്ങനെയൊക്കെ. ഒട്ടും പറ്റൂല പൊന്നെ എന്റെ ചക്കര സത്യമായിട്ടും എന്റെ ദൈവ സത്യം, എന്റെ പിള്ള സത്യം, എന്റെ അമ്മ സത്യോടെ പറ്റൂലടാ. ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കാൻ. ഉറപ്പ്, ഞാൻ 100% അവർക്ക് വേണ്ടിയാണ് അവൻ ജോലി മേടിച്ചത്. നീ ഒന്ന് ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മളെ കഷ്ടപ്പെട്ട അവിടുത്തെ അച്ഛനമ്മമാരുണ്ട്. അവരുടെ കാര്യം ആലോചിക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭാവി ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണിന് വേണ്ടി ആത്മഹത്യ ചെയ്തെന്ന് വെച്ചു. കാരണം അവർ അച്ഛനമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നാളെ അവർക്കൊരു പ്രായമാകുമ്പോൾ ആര് നോക്കും? അത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒറ്റ മനുഷ്യർ ചിന്തിക്കത്തില്ല. അന്നേരത്തെ ഒരു ഇത് വെച്ച് ചെയ്യുന്നത് അറിയത്തില്ല. അതിപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതുപോലുള്ള കുറച്ച് സിറ്റുവേഷനൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവര് മറന്നു കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിലോട്ടേ പോകത്തില്ല. ഇപ്പം അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ആയി കഴിഞ്ഞ് ഇപ്പൊ അവൻ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണെങ്കിൽ നമ്മൾ അതിന്റെ തെളിവ് സഹിതം കൊണ്ട് കൊടുത്താൽ പോലും അവർ വിശ്വസിക്കത്തില്ല. അവർക്കത് മതി. അവർക്ക് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും മതി. എന്നാൽ പക്ഷെ നമ്മളെ വേണ്ട. കാരണം എന്താ, നമ്മൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നിൽക്കും. ഇവനാണെങ്കിൽ ലാപ്ടോപ്പ് 3 ലക്ഷം രൂപയും സ്വർണ്ണോ ഏതാണ്ടൊക്കെ മേടിച്ചു കൊടുത്തെന്നാ പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 5 വർഷത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വോയിസ് ഞാൻ പ്ലേ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ നിന്നെ 5 വർഷം എനിക്ക് പറ്റുന്നില്ല. 5 വർഷം എന്ന് പറയുന്നില്ല, 3 വർഷം. 2 വർഷം എനിക്കും ഇഷ്ടമായിരുന്നു. 3 വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി, എനിക്ക് പറ്റുന്നില്ല. 3 വർഷം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റിയില്ല. ഇനി 3 വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും, നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടല്ലോ. നീ ട്രൈ ചെയ്യും, നിനക്ക് എന്തായാലും പറ്റും. എനിക്ക് എന്തായാലും പറ്റുന്നില്ല. എൻ്റെ ചോയ്സ് ഇതാണ്. ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പറഞ്ഞില്ല 1 മാസം ആവുമെന്ന്. അതിന് 2 മാസമാവും, 3 മാസമാവും, മാസങ്ങളങ്ങ് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പറ്റില്ല. എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല. എടാ എനിക്കറിയാം 3 വർഷമൊന്നും അല്ല കാതു. 2 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നീ. എനിക്കറിയാം 2 വർഷം കൊണ്ട്. അത് പക്ഷേ എനിക്ക് ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഓർമ്മ അല്ലാതെ എൻ്റെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല കാതു. പറ്റില്ല ഒന്ന്. ഞാൻ ഇത്രയും സ്നേഹം ഉണ്ടല്ലോ എൻ്റെ ഇങ്ങനെ പുറകെ പറഞ്ഞതല്ല. ഇല്ലെങ്കിൽ ഈ കളലിൽ പോയി കൂടെ എടാ ഫോട് ഒന്ന് അവസരം താടാ, കാല് പിടിക്കാടാ. അപ്പൊ 5 വർഷത്തെ പ്രണയം, 2 വർഷം ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചേ. 3 വർഷം എന്താ അവക്കൊരു എന്താ ഒരു ടൈം പാസ് പോലെയൊക്കെ തന്നെ. അവക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. 3 വർഷം. പക്ഷെ അവന്റെ ലാപ്ടോപ്പ് മേടിക്കാം, അവൻ കൊടുക്കുന്ന ചീപ്പും സോപ്പും എല്ലാം അവർക്ക് മേടിക്കാം. അതിലൊന്നും ഒരു വിഷയമല്ല. അവനും അറിയായിരുന്നു 2 വർഷം അവൻ എന്തിനാ ഈ തട്ടിക്കൂട്ടി നടന്നതെന്നുള്ള രീതിയിൽ. പക്ഷെ അവന്റെ ആത്മാർത്ഥത.
അവന് കാരണം ആണുങ്ങളുടെ രീതി അങ്ങനെ. ചിലവർ ആത്മാർത്ഥയോടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ, അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ക്ഷമയോടെ അവർ കാത്തിരിക്കും. പക്ഷെ ഇവളുമാർ അങ്ങനല്ല. ഇപ്പൊ എല്ലാരും പറയുന്നു ആ കുട്ടി പറഞ്ഞതല്ലേ ഇഷ്ടമല്ല. ഇപ്പൊ ആ കുട്ടിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ള രീതി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവളായിരുന്നെങ്കിൽ ലാപ്ടോപ്പും ഈ പറയുന്ന സ്വർണവും ഐഫോണും ഒക്കെ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നല്ല നന്ദൊക്കെ എണിച്ചവന്മാര് കാണിക്കുമോ? ഇല്ല. അപ്പൊ ഇവരെ സത്യത്തിൽ എന്താ പഠിപ്പിക്കാനല്ലേ അവള് നോക്കിയത്? ഇതിപ്പോ കാണുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവൻ പറയുന്നത് ഒരു അവസരം കൂടെ കൊടുക്കാനാ പറയുന്നത്. ഒരവസരം കൂടെ താ എനിക്ക്. അവനെന്റെ പൊന്നെ ചക്കര തേന എന്നൊക്കെ പറഞ്ഞു കിടന്ന് അലർന്നു പോയപ്പോ ആർക്ക് പോയി? അവന്റെ വീട്ടുകാർക്ക് പോയി. ഇവക്കോ? ഇവളിപ്പോ നാളെ ഒരുത്തനെ കെട്ടിയാലും ഉറപ്പാ ഇവളിവിടെ ഒന്നും നിൽക്കുന്നവരനമല്ല സത്യത്തിൽ. നമുക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞാലേ ശരിയാവത്തില്ല. അത് സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും നല്ല രീതിയിൽ. ഒരവസരം അവന്റെ അമ്മ വിളിച്ച് ചോദിച്ചപ്പോഴെന്തോ പറഞ്ഞ് പറ്റത്തില്ല. പിന്നെ ഈ വോയിസും റെക്കോർഡും കാര്യങ്ങളും അയക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എനിക്കിതൊക്കെ കേട്ടാൽ ഒന്നും തോന്നുന്നില്ല, നിന്റെ കരച്ചിലും കാര്യങ്ങളും കേട്ടാൽ ഒന്നും തോന്നുന്നില്ലെന്നൊക്കെ ആ കുട്ടി പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? പോയപ്പോ അവനും പോയി, അവന്റെ വീട്ടുകാർക്കും പോയി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. ഇനി അവരുടെ ഭാവി, അവർക്ക് ഇപ്പൊ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അവരെ ആര് നോക്കും? ഇല്ല. അപ്പൊ നമ്മുടെ ആൺപിള്ളേരെല്ലാരും, ഞാനും പറയാം, എന്റെ ഒരു അനുഭവം വെച്ചാൽ ഫ്രണ്ട്സ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവസാനം നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ വീട്ടുകാരെ തന്നെ കാണത്തുള്ളൂ. കാരണം അവര് പോവും, ഒരു നല്ലൊരു പണി എന്ന് തേച്ചിട്ട് പോകും. പിന്നെ ഇവളുമാർ ഒരു കല്യാണ സമയമുണ്ട്. ഈ പെണ്ണിന്റെ ഒരു കല്യാണ സമയം ആകുമ്പോഴത്തേക്ക് വീട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും നമ്മള്. കാരണം ഈ പെണ്ണുങ്ങളുടെ വീട്ടുകാരുടെ കാര്യം എടുത്തു പറയുന്നത്. കാരണം അനുഭവം ഉണ്ടെന്ന് പറയാം. മോനെ ചക്കര മോനെ തേനെ സുഖമല്ലേ? കാരണം അടുത്ത മാസം മോടെ കല്യാണം നടക്കുക. നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് വല്ല സീൻ ഉണ്ടാക്കുവോ? കാരണം ഇവിടെയൊക്കെ ചരിത്രം പുറത്ത് ഇറക്കുവോ? ഇവന്മാർ അങ്ങനെ നടന്നതാണ്, അങ്ങനെയാണ്, മറ്റാണ്, മറിച്ചതാണെന്നൊക്കെ പറയും. പക്ഷെ ഇതുപോലെ ചെയ്യുന്ന പെൺപിള്ളേർക്ക് ഇപ്പൊ ഇവരുടെ നിശ്ചയങ്ങളൊക്കെ ഉറപ്പിച്ച് എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തെന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്, രീതികള്. ഈ ഒരു അമ്മ ഒരു മകൾക്ക് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് എന്റെ കാര്യം തന്നെ. കാരണം ഇതുപോലെ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തുവാ, നമ്മളെ ഭയങ്കര സ്നേഹമായിരിക്കും. മോനെ അങ്ങനെയാണ്, മറ്റാണ്, അതൊക്കെ വീട് നല്ല രീതിയിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള രീതി പറയും. എന്തിനാ കല്യാണം? കല്യാണമല്ലേ അടുത്ത മാസം. അത് കഴിയുന്നവരെ ഈ സ്നേഹവും കൊഞ്ചിലൊക്കെ നമ്മുടെ അടുത്തും കാണിക്കും. ഒന്നേ ഉള്ളൂ, എവിടെങ്കിലും പോയി നല്ല രീതിയിൽ ജീവിക്കട്ടെ. ആരെയും പറ്റിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക. അവസാനം ഒരു തിരിച്ചടിയുണ്ട്. ആ സമയത്ത് വലിച്ചിരിക്കരുത്. അത്ര എനിക്കിപ്പോ പറയാനുള്ളൂ. എന്തായാലും എന്താ പറയണ്ട, അവന് നീതി കേട്ടട്ടെ. എനിക്ക് തോന്നുന്നില്ല, സ്റ്റാൻസ് കുറവാ. കാരണം ഇപ്പൊ തന്നെ ഗ്രീഷ്മയുടെ കേസ് കേട്ട് കണ്ടില്ലേ? അവസാനം അവള് കണ്ടില്ലേ ഇപ്പൊ സുഖമായിട്ട് നടക്കുന്നുണ്ട്. അവളിപ്പോ ഫ്രൂട്ടിയും കുടിച്ചോണ്ട് വീട്ടിൽ ഇരിക്കുകയാണ് ഗ്രീഷ്മ. ഇനി അടുത്ത് ഇവളെന്തുവാ? എത്ര പോയാലും ഐഫോൺ കൂടി വന്ന ഐഫോൺ എടുത്ത് അവള് കളയായിരിക്കും, അല്ലെങ്കിൽ കൊണ്ട് വിൽക്കുമായിരിക്കും, പുതിയൊരു ഫോൺ മേടിക്കും. ഇതൊക്കെ തന്നെ സംഭവം. പോയത് പോയി.